നമസ്കാരം. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് രംഭ. സർഗത്തിലൂടെ ഹൃദയം കവർന്ന ആ നടി ഇപ്പോൾ കാനഡയിൽ 3 മക്കളുടെ അമ്മയാണ്. ഭർത്താവിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതിനെ പറ്റിയും ടാറ്റു അടിക്കാനുള്ള പേടിയെ പറ്റിയും രംഭ മനസ്സ് തുറക്കുകയാണ്. രംഭയുടെ കുടുംബ വിശേഷങ്ങളും മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. 1992 വെറും 15-ാം വയസ്സിൽ വിനീത് നായകനായ സർഗം എന്ന ചിത്രത്തിലൂടെയാണ് രംഭ വെള്ളിത്തിരയിലെത്തിയത്. അതേ വർഷം തന്നെ ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലും താരം തിളങ്ങി. 2010 കനേഡിയൻ വ്യവസായി ഇന്ദ്രകുമാർ പത്മനാഭനെ വിവാഹം ചെയ്തതോടെ രംഭ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്തു. ഇപ്പോൾ 3 മക്കൾക്കൊപ്പം കാനഡയിലാണ് താമസം. ഭർത്താവിന്റെ 3 മക്കളുടെയും പേര് ടാറ്റു ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും സൂചി കണ്ടാൽ പേടിയാണെന്ന് രംഭ പറയുന്നു. രക്തപരിശോധന പോലും പേടിയുള്ള തനിക്ക് ടാറ്റു അടിക്കാനുള്ള വേദന സഹിക്കാനാവില്ലെന്നാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. അഭിനയിച്ചിരുന്ന കാലത്ത് 2009 ഒരു സിനിമയ്ക്ക് 35 ലക്ഷം രൂപ വരെ പ്രതിഫലം വാങ്ങിയിരുന്നു. അക്കാലത്തെ ഏറ്റവും വലിയ തുകയാണിതെന്ന് രംഭ ഓർക്കുന്നു. ഇപ്പോൾ എന്റെ ഏറ്റവും വലിയ ശമ്പളം വരുന്നത് ഭർത്താവിൽ നിന്നാണെന്ന് രസകരമായി രംഭ പറഞ്ഞു. കാനഡയിൽ മാജിക് ഹോം, മാജിക് വുഡ്സ് എന്നീ കമ്പനികൾ നടത്തുന്ന സംരംഭകനാണ് ഇന്ദ്രകുമാർ. സിനിമയിൽ ഗ്ലാമർ റാണിയായി തിളങ്ങിയപ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ സാധാരണക്കാരെ പോലെ കുത്തിവെപ്പിനെയും വേദനയെയും പേടിയുള്ള ഒരു വ്യക്തിയാണ് താനെന്ന് രംഭ തെളിയിച്ചിരിക്കുകയാണ്. ഭർത്താവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആ കനേഡിയൻ ലൈഫ് രസകരമായി തന്നെ താരം ആസ്വദിക്കുന്നുണ്ട്. അഭിനയിച്ചിരുന്ന കാലത്ത് 2009 ഒരു സിനിമയ്ക്ക് 35 ലക്ഷം രൂപ വരെയാണ് പ്രതിഫലം വാങ്ങിയിരുന്നത്. വെറും 15-ാം വയസ്സിൽ ഹരിഹരൻ ചിത്രം സർഗത്തിലൂടെയാണ് രംഭ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. മനോഹരമായ ആ വേഷം ഇന്നും മലയാളികൾ മറന്നിട്ടില്ല. രംഭ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം തിളങ്ങിയെങ്കിലും മലയാളത്തിൽ ചെയ്ത ചിത്രങ്ങൾ ഇന്നും ശ്രദ്ധേയമാണ്. രംഭയുടെ അരങ്ങേറ്റ ചിത്രം വിനീത് നായകനായ ഈ സിനിമയിലെ തങ്കമണി എന്ന കഥാപാത്രം വലിയ പ്രശംസ നേടി. അബ്ബാസ് നായകനായ ഈ ചിത്രത്തിലും രംഭ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ദിലീപിനൊപ്പം മീനാക്ഷി എന്ന വേഷത്തിൽ രംഭ തിളങ്ങിയ കോമഡി സൂപ്പർ ഹിറ്റ് ചിത്രം. സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിച്ച ക്രൊയേഷ്യ ഈ ചിത്രം രംഭയുടെ കരിയറിലെ മറ്റൊരു ശ്രദ്ധേയമായ വേഷമായിരുന്നു. സിദ്ധാർത്ഥ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം രംഭ നായികയായി എത്തി. ദിലീപ് നായകനായ പായിക്കപ്പൽ എന്ന ചിത്രത്തിലും രംഭ ശ്രദ്ധേയമായ വേഷമാണ് ചെയ്തത്. ദിലീപ്, കലാഭമണി എന്നിവർക്കൊപ്പം അഭിനയിച്ച ഫിലിം സ്റ്റാർ എന്ന ചിത്രമാണ് രംഭ അവസാനം ചെയ്ത മലയാള സിനിമകളിലൊന്ന്. മലയാളത്തിൽ നിന്ന് തുടങ്ങി തെന്നിന്ത്യയുടെ ഗ്ലാമർ റാണിയായി വളർന്ന രംഭ ഇന്ന് തന്റെ മക്കൾക്കും കുടുംബത്തിനുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ്. ഭർത്താവിന്റെ പേര് ടാറ്റു ചെയ്യാൻ പേടിയാണെന്ന് പറയുമ്പോഴും ആ കുടുംബ ബന്ധത്തിന്റെ ആഴം രംഭയുടെ വാക്കുകളിൽ വ്യക്തമാണ്. രംഭയുടെ സിനിമകൾ ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നവയാണ്. തമിഴ്, തെലുങ്ക് സിനിമകളിൽ തിളങ്ങി നിന്ന കാലത്ത് രംഭയെ ആരാധകർ വിളിച്ചിരുന്നത് ജൂനിയർ ശ്രീദേവി എന്നായിരുന്നു. ശ്രീദേവിയുമായുള്ള രൂപസാദൃശ്യവും നൃത്തത്തിലുള്ള മികവുമാണ് താരത്തിന് ഈ ഒരു പേര് നേടിക്കൊടുത്തത്. രംഭയുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നാണ്. സിനിമാ ലോകത്തെത്തിയപ്പോഴാണ് അമൃത എന്ന പേര് മാറ്റിയത്. പിന്നീട് ഒരു തെലുങ്ക് ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരായ രംഭ എന്നത് താരം സ്ഥിരമായി സ്വീകരിക്കുകയായിരുന്നു. മലയാളത്തിൽ നിന്ന് തുടങ്ങിയ രംഭ ബോളിവുഡിലും തരംഗമായിരുന്നു. സൽമാൻ ഖാനോടൊപ്പം ജുഡ്വ, ബന്ധൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചു. അക്കാലത്ത് ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന തെന്നിന്ത്യൻ നടിമാരിൽ ഒരാളായിരുന്നു രംഭ. രംഭയുടെ ഭർത്താവ് ഇന്ദ്രകുമാർ പത്മനാഭൻ കാനഡയിലെ വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ കമ്പനികളായ മാജിക് ഹോം, മാജിക് വുഡ്സ് എന്നിവയ്ക്ക് പുറമെ രംഭയുടെ മക്കളുടെ പേരും ഇതിനോട് ചേർന്നതാണ്. മൂത്ത മകൾ ലാനിയുടെ പേര് ലിറ്റിൽ മാജിക് എന്ന ബ്രാൻഡുമായി ചേർത്ത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വരാറുണ്ട്. സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ രംഭ വളരെ സജീവമാണ്. തന്റെ മക്കളുടെ നൃത്ത വീഡിയോകളും കുടുംബത്തോടൊപ്പമുള്ള യാത്രകളും താരം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട്. മകൾ ലാനിയ അമ്മയെപ്പോലെ തന്നെ മികച്ച ഒരു നർത്തകിയാണെന്ന് ആരാധകർ ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സിനിമയിൽ വൻകിട ആക്ഷൻ രംഗങ്ങളിലും ഗ്ലാമർ വേഷങ്ങളിലും തിളങ്ങിയ രംഭ യഥാർത്ഥ ജീവിതത്തിൽ ഒരു സൂചി കണ്ടാൽ പോലും പേടിക്കുന്ന സാധാരണക്കാരിയാണെന്നത് ആരാധകർക്ക് ഒരു കൗതുകകരമായ അറിവാണ്. തന്റെ വിജയത്തിന് പിന്നിൽ ഭർത്താവിന്റെ വലിയൊരു പിന്തുണയുണ്ടെന്ന് താരം എപ്പോഴും പറയാറുണ്ട്.